ഹേമ, ஹேமா, ஹேமா எங்க? ராகேஷ் சார் வந்து ரொம்ப நேரம் பேசிட்டு இருந்தாரு. அப்புறம் 2 பேரும் ஒன்னா கார்லயே போயிட்டாங்க. അണ്ണനും തങ്കച്ചി അവരുടെ പേച്ചും, എന്റെ കഴുത്തിൽ കുരുങ്ങി കിടക്കുന്ന 2 പാമ്പുകൾ. ആ വിഷം അകത്ത് എന്നാലും മരിക്കാതിരിക്കാൻ ഞാൻ പരമശിവനല്ലോ. രണ്ടിനും വലിച്ചെറിഞ്ഞാൽ എനിക്ക് മോചനം കിട്ടൂ. ലഞ്ച്, കേൾപ്പോരും കേൾവിയുമില്ലാത്ത വീട്, നരകം. லட்சுமி இல்லாத வீடு இப்படித்தான் இருக்கும். I'm really happy to announce that export orders are flowing to our company. The relationship I maintain all these years with foreign importers has helped me in attaining this high target. Let us celebrate. விஷாலாட்சி அம்மாள் வந்து சார்ஜ் எடுத்துட்டாங்கல்ல, இனிமே நம்ம கதி அதோ கதிதான். நம்ம ஜெயச்சந்திர சார் தானே இந்த அம்மாவை நல்லா எக்ஸ்ப்ளோர் பண்ணிட்டு தூக்கி எரிஞ்சிருவாரு. ஆனா அவங்க பொண்டாட்டிக்கு அவர் லேடிஸ் கிட்ட பேசுறதே பிடிக்காதே. இந்த அம்மா வயசானவங்க தானே. பைத்தியக்காரிக்கு எந்த வயசான என்ன? இல்லப்பா, அந்த அம்மா பைத்தியக்காரி எல்லாம் கிடையாது. அப்புறம் ஏதோ காம்ப்ளெக்ஸ் மாதிரி. அதுக்கு பின்னால ஏதோ ஒரு பெரிய கதை இருக்கு. அப்படியா? ജയൻ, ഈ ഷർട്ട് മാറ്റൂ. എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ വില കുറഞ്ഞ ഷർട്ട് ഇടുന്നത്? ഐ വിൽ സെലക്ട് യുവർ ഗാർമെന്റ്സ് ഹിയർ ആഫ്റ്റർ. ചിന്മയി, നീ കുട്ടികളെ പോലെ പെരുമാറരുത്. എനിക്ക് നിന്നെ അറിയാം. യു ആർ ബ്രൂട്ടലി ഫ്രാങ്ക്. പക്ഷേ നിന്നെ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? നീ നമ്മുടെ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്. നമ്മുടെ ഓഫീസിലെയും ഫാക്ടറിയിലെയും തൊഴിലാളികൾ നിനക്ക് ഭ്രാന്താണെന്നാണ് പറയുന്നത്. നമ്മുടെ ശമ്പളം പറ്റുന്ന ആരെങ്കിലും എന്നെ മാഡ് ലേഡി എന്ന് വിളിക്കുന്ന ജയൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്, എത്രയോ തവണ. പക്ഷെ ഞാൻ കേട്ടാലും കേൾക്കാത്ത മട്ടി നടന്നു പോവും. ഇതാണ് ജയനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ മുമ്പിൽ വെച്ച് നമ്മുടെ ശമ്പളക്കാരിൽ ഒരാൾ ജയനെ വിമർശിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ അവന്റെ കരണത്തടിച്ചിരിക്കും. അവനെ ആ നിമിഷം തന്നെ ജോലി ചെയ്ത് പിരിച്ചു വിടുകയും ചെയ്യും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നീ കമ്പനിയുടെ കാര്യങ്ങളിൽ അധികം ഇടപെടരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഇമ്പൾസീവായി പെരുമാറിയാൽ ഒരിക്കലും ഒരു ബിസിനസ് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു വ്യവസായി ഒരിക്കലും ഇമോഷണലാകാൻ പാടില്ല. എന്നെ നമ്മുടെ ഒരു ജോലിക്കാരൻ വിമർശിച്ചു എന്നറിഞ്ഞാൽ ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നേ ഞാൻ അന്വേഷിക്കൂ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ മുമ്പിൽ നിന്ന് മുഖസ്തുതി പറയുന്ന ഉദ്യോഗസ്ഥൻ അവൻ്റെ കസേരയിൽ ചെന്നിരുന്ന് കടകവിരുദ്ധമായി സംസാരിച്ചെന്നിരിക്കും. എൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഇത് കേൾക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ
ഈ വിവരം എന്നെ അറിയിക്കും. പക്ഷേ രണ്ടുപേരുടെ സംസാരത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കില്ല. എന്നെക്കുറിച്ച് കുറ്റം പറയുന്നവൻ കഴിവുള്ള ജോലിക്കാരനാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ പറഞ്ഞുവിടില്ല. അതേസമയം എന്നെ പുകഴ്ത്തുന്നവൻ ജോലിയിൽ താല്പര്യം കുറഞ്ഞവനാണെന്ന് കണ്ട പറഞ്ഞയക്കുകയും ചെയ്യും. ചിന്മയി, ഒരു നല്ല വ്യവസായി വാക്കുകൾക്കല്ല പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ 1-2 ലക്ഷം കൂടുതൽ കിട്ടുമെന്ന് കണ്ടാൽ നിങ്ങൾ നേരത്തെ ഒരാൾക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ തയ്യാറാവോ? ബിസിനസ് സംബന്ധിച്ച് വാക്കിനല്ല, ഒപ്പിട്ട എഗ്രിമെന്റിനാണ് പ്രാധാന്യം. എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വാക്ക് തെറ്റിക്കാൻ പാടില്ല. വാഗ്ദാനങ്ങൾക്കല്ല, എഗ്രിമെന്റിലെ കയ്യൊപ്പിനാണ് ഏത് കോടതിയും വില നൽകുന്നത്. എന്റെ മനസ്സിൽ കയ്യൊപ്പുകൾക്കല്ല, വാഗ്ദാനങ്ങൾക്ക് തന്നെയാണ് വില. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് നിലനിർത്താൻ വേണ്ടി എത്ര ലക്ഷം രൂപയുടെ നഷ്ടവും ഞാൻ സഹിച്ചെന്നിരിക്കും. ഐനോ. അതുകൊണ്ടാണ് ചിന്മയിയെ ഞാൻ നമ്മുടെ കമ്പനിയുടെ CEO ആക്കാത്തത്. വാഗ്ദാനം തെറ്റിക്കുന്നവൻ നല്ല മനുഷ്യനല്ല. നല്ല വ്യാപാരിക്ക് ഒരു നല്ല മനുഷ്യൻ കൂടിയാകാൻ വളരെ പ്രയാസമാണ്. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാവുന്നതാണ് എനിക്കിഷ്ടം. നല്ല വ്യാപാരിയായാൽ അയാൾ സ്വന്തം മനസ്സുകൂടി വിറ്റാലോ? ഗുഡ് മോർണിംഗ് ബാലു. എടാ, എന്റെ വീട്ടിൽ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നെക്കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും നീ നാട് നീളെ അപവാദം പറഞ്ഞു നടന്നു. കമ്പനിയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് നീ എത്ര പേർക്ക് കള്ളക്കത്തുകൾ എഴുതി? എല്ലാം ചെയ്തിട്ട് നീ ദുബായിലേക്ക് കെട്ടുകെട്ടിയെന്നാണല്ലോ രാമു പറഞ്ഞത്. രാമു? അതെ, നീ വാടകയ്ക്കെടുത്ത റൗഡി രാമു. ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ബെഡ്റൂമിൽ കയറി എന്റെ വീടിന്റെ താക്കോലെടുത്ത് നീ റൗഡി രാമുവിന്റെ കയ്യിൽ കൊടുത്ത് എന്റെ അമ്മയെ കൊല്ലാൻ വിട്ടു. പിടിക്കപ്പെട്ടപ്പോ അമ്മയെ കൊല്ലാൻ താക്കോല് കൊടുത്ത് വീട്ടിലേക്ക് അയച്ചത് ഞാനാണെന്ന് രാമു അമ്മയോട് പറഞ്ഞു. വളർത്തു മകൻ തന്നെ കൊല്ലുമെന്ന് ഭയന്ന് അമ്മ വീട് വിട്ടു. അമ്മയുടെ കണ്ണിൽ അങ്ങനെയാ വളർത്തു മകൻ ഒരു കൊലയാളിയായത്. ബാലു, നിനക്കെന്നെ അടിക്കാം, വേണമെങ്കിൽ കൊല്ലാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതും കൂടി നീ ഒന്ന് കേൾക്കണം. രാകേഷിന്റെ വീട്ടിലാണ് നീ അന്ന് ഉറങ്ങിയെന്നുള്ള കാര്യം മറക്കരുത്. ഹേമയാണ് നിന്നെ അവിടെ കിടത്തിയത്. അവരുടെ ബെഡ്റൂമിൽ കയറി അവരറിയാതെ നിന്റെ സെൽഫോണിനടുത്തിരിക്കുന്ന താക്കോല് എനിക്ക് എടുക്കാൻ സാധിക്കുമോ? ഹേമയാണ് താക്കോലെടുത്ത് രാകേഷിന്റെ കൊടുത്തത്. രാകേഷ് അത് എന്റെ കയ്യിൽ തന്നു. ഞാനത് റൗഡി രാമുന്റെ കൊടുത്തു. ആ ഹേമ ഇന്ന് നിന്റെ ഭാര്യയാണ്. രാകേഷ് നിന്റെ അളിയനും. ഞാൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്നു. ഞാൻ സ്വാർത്ഥനാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യത്തിലും ഞാൻ നിന്റെ പക്ഷത്തായിരുന്നു. ഞാൻ അമ്മയെ എതിർത്തതും കമ്പനിയുടെ MD സ്ഥാനത്ത് നിന്ന് അമ്മയെ നീക്കാൻ ശ്രമിച്ചതും നീ പറഞ്ഞതുകൊണ്ടാണ്. അമ്മ വീട് വിട്ട് പോയതിനു ശേഷം നീ അമ്മയോട് കാണിക്കുന്ന ഈ സോഫ്റ്റ് കോർണർ അന്ന് നീ കാണിച്ചിരുന്നില്ല. നിനക്ക് അവരോട് ഒരേ ഒരു വികാരമേ അന്നുണ്ടായിരുന്നുള്ളൂ, വെറുപ്പ്. വെറുപ്പ് മാത്രം. നീയാണ് ആ വെറുപ്പ് എന്റെ മനസ്സിലേക്ക് പകർന്നത്. രാകേഷ് എന്നെ വിടാതെ കൂടിയത് അവന്റെ ആ നശിച്ച പെങ്ങളെ നിന്റെ തലയിൽ കെട്ടിവെക്കാനാണ്. അവന് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കോയമ്പത്തൂർ കോട്ടൺ കമ്പനിയുടെ MD സ്ഥാനം. 2, അവന്റെ പെങ്ങൾക്ക് ബാലുവിന്റെ ഭാര്യാ പദവി. 2 ലക്ഷ്യങ്ങൾ നിറവേറിയെന്ന് കണ്ടപ്പോ അവൻ എന്നെ അടിച്ച് പുറത്താക്കി. ഞാൻ JMDയും അമ്മ MDയുമായിരുന്ന കാലത്ത് കമ്പനിയുടെ സ്ഥിതി എന്തായിരുന്നു? ഞാൻ നുണ പറഞ്ഞു കാണും. 2 പേരോട് 2 രീതിയിൽ സംസാരിച്ചു കാണും. പക്ഷെ കമ്പനിയിൽ നിന്ന് 1 രൂപ പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതാണോ? നിന്റെ കമ്പനിയിലേക്ക് വരുന്ന പണത്തിൽ പകുതിയും നിന്റെ അളിയൻ രാകേഷ് അവന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ പേരിൽ ചെക്ക് എഴുതി തള്ളി. പിന്നീട് ആ തുകകളെല്ലാം സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ, നീ അറിയാത്ത ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. രാകേഷും അവന്റെ 2 ഫ്രണ്ട്സും ചേർന്ന് പുതിയൊരു എക്സ്പോർട്ട് കമ്പനി ആരംഭിക്കാനുള്ള പ്രിലിമിനറി സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞു. കള്ളം പറഞ്ഞോ? എന്നെ ഇനി തൊട്ടാ കുത്തി മലർത്തും ഞാൻ. എന്തിനും തയ്യാറായിട്ടാ ഞാൻ വന്നത്.
ദാ ഇപ്പൊ നിന്റെ കയ്യിൽ ഇരിക്കുന്ന കത്തി കൊണ്ട് നിന്നെ കൊല്ലാനുള്ള കരുത്ത് എനിക്കുണ്ട്. കാണണോടാ ആ നിനക്ക്? കാണണോടാ. ഏയ്, നിർത്ത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയോ കൊല്ലുകയോ ചെയ്യാം, പക്ഷെ അത് ഈ വീട്ടിൽ വെച്ച് വേണ്ട. രണ്ടുപേർക്കും പോവാം. Get out. ആ, ബാലു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും ത്യാഗവും നിനക്ക് ഒരുപോലെയാണോ? നമ്മൾ ഒരു കുടുംബം. നമ്മൾ തമ്മിൽ ഇണങ്ങിയാലും പിണങ്ങിയാലും നമ്മൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കും. ത്യാഗം അന്യനാണ്. പക്ഷെ നീ പറയുന്ന കുടുംബം സൃഷ്ടിച്ചത് ത്യാഗമല്ലേ? എന്റെ നോട്ടത്തിൽ നിന്നോളം നീചനല്ല ത്യാഗു. പ്രായപൂർത്തിയായ ഒരു സഹോദരി ത്യാഗുവിനുണ്ടല്ലോ. അവളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൻ ശ്രമിച്ചില്ലല്ലോ. അത് ശരി. അപ്പൊ ഇവൻ പറഞ്ഞതെല്ലാം ബാലു വിശ്വസിച്ചു. സംശയം എന്ത്? ത്യാഗു പറയുന്നതിന് മുമ്പ് തന്നെ അവൻ സൂചിപ്പിച്ച കാര്യങ്ങൾ സെൽവരാജിൽ നിന്നും ഓഡിറ്റർ വാരിയിൽ നിന്നും ഞാൻ ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. നീ എന്നോട് ചെയ്ത വഞ്ചന മൂടി വെക്കാനാവാത്ത വിധം വളർന്ന് വലുതായി കഴിഞ്ഞു. എന്റെ കമ്പനി ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. മുങ്ങുന്നതിന് മുമ്പ് നീ രക്ഷപ്പെടും മറ്റൊരു ഷിപ്പിലേക്ക്. അങ്ങനെ നീ രക്ഷപ്പെടുന്നതിൽ എനിക്കൊരു എതിർപ്പില്ല. പക്ഷെ പോകുമ്പോ നിന്റെ പെങ്ങളെ കൂടെ കൊണ്ടുപോകണം. ബാലു, വേണ്ട. നീ എന്റെ മുമ്പിൽ ഒരുപാട് അഭിനയിച്ചു. ഇനി അത് തുടർന്നാൽ ഓവർ ആക്ടിംഗ് ആവും. പ്ലീസ് ഗെറ്റ് ഔട്ട്. ബാലു, ഞാൻ എന്റെ കൺമുമ്പിൽ നിന്ന് പോകാനാ പറഞ്ഞത്. എല്ലാ സുഹൃത്തുക്കളും എന്നെ ചതിച്ചു. എന്തിന്? ഞാൻ പോലും എന്നെ ചതിച്ചു. അഭിനയം മതിയാക്കി നീ യഥാർത്ഥ ഹേമയെ മാറണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകണം. ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ല. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് മാസങ്ങളായി. പരസ്പരം കൈമാറാത്ത ഒരു രഹസ്യവും നമ്മുടെ മനസ്സിലില്ല. ബാലു ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. എന്നെ സംശയത്തോടെ നോക്കുന്നു. എന്റെ അണ്ണൻ ചതിയനാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തത്വചിന്തയും സാഹിത്യവും ഒക്കെ മാറ്റിവെച്ച് പച്ച മനുഷ്യരായി മാറാം. എന്താ ബാലുവിന് അറിയേണ്ടത്? ഞാൻ ആദ്യമായി നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങിയ രാത്രിയിൽ കട്ടിലിനോട് ചേർന്ന് കിടന്ന ടീപ്പോയിൽ എൻ്റെ മൊബൈലിനോടൊപ്പം ഈ വീടിൻ്റെ സ്പെയർ കീ ഉണ്ടായിരുന്നു. ഞാൻ വന്നത് അന്വേഷിച്ചപ്പോൾ നീ അങ്ങനൊരു താക്കോൽ കണ്ടിട്ടേ ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ത്യാഗവും രാകേഷും ചേർന്നാണ് താക്കോൽ കൊടുത്തേച്ച് എൻ്റെ അമ്മയെ കൊല്ലാനായി ആ വാടക കൊണ്ടേ ഈ വീട്ടിലേക്ക് അയച്ചത്. പിടിക്കപ്പെട്ട ബാലുവാണ് താക്കോൽ കൊടുത്തയച്ച് അമ്മയെ കൊല്ലാൻ അയച്ചതെന്ന് അമ്മയോട് പറയണമെന്ന് ആ റൗഡിയോട് നിർദ്ദേശിച്ചതും നിന്റെ അണ്ണനാണ്. അമ്മയോട് നന്ദികേട് കാണിച്ച ആ ത്യാഗുവിനെ കൂട്ടുപിടിച്ചതും അമ്മയുടെ കണ്ണിൽ എന്നെ കൊലയാളിയായി ചിത്രീകരിച്ചതും രാകേഷാണ്. അമ്മയെ കൊല്ലുക, നിന്നെ എന്റെ ഭാര്യയാക്കുക, മദ്യത്തിലൂടെ എന്നെ കീഴ്പ്പെടുത്തി എന്റെ കമ്പനി സ്വന്തമാക്കുക, ഇതായിരുന്നു രാകേഷിന്റെ ലക്ഷ്യം. ഇതെല്ലാം നിനക്കും അറിയാമായിരുന്നു. പക്ഷെ ഈ നിമിഷം വരെ നീ അത് നിന്റെ മനസ്സിൽ ഒളിച്ചു വെച്ചു. അന്ന് അമ്മയെ കൊല്ലാനായി നിങ്ങൾ അയച്ച റൗഡ് രാമു തന്നെ ഇന്ന് എന്റെ മുന്നിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. കള്ളം, പച്ചക്കള്ളം. നിനക്കെല്ലാം അറിയാമായിരുന്നു. എല്ലാം എന്റെ തെറ്റ്. ശരിക്കും ആ സമയത്ത് ഞാനൊരു മനോരോഗിയായിരുന്നു. കണ്ടതെല്ലാം ഹാലൂസിനേഷൻസ്. ത്യാഗുവിന് എല്ലാ സത്യങ്ങളും അറിയാം. അതുകൊണ്ട് കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്ത്രപൂർവ്വം നിങ്ങൾ അവനുമായിട്ടുള്ള ചങ്ങാത്ത മതിയാക്കി. കമ്പനിയിൽ നിന്നും ത്യാഗുവിനെ പുറത്താക്കാൻ രാകേഷ് മുൻകൈയെടുത്തു. ത്യാഗു നീചനാണ്, എനിക്കറിയാം. എന്നെ അമ്മയിൽ നിന്ന് അകറ്റിയതും ത്യാഗുവാണ്. പക്ഷേ ത്യാഗുവിന്റെ വളഞ്ഞ വഴികളാണ് എന്നെ കീഴ്പ്പെടുത്താനായി ആങ്ങളെയും പെങ്ങളും ഉപയോഗിച്ചത്. അമ്മയെ കൊല്ലാൻ പണവും വീടിന്റെ താക്കോലും കൊടുത്ത് ഞാൻ റൗഡി രാമുവിനെ അയച്ചു. അങ്ങനെയായിരിക്കും അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബാലു, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ.
വീണ്ടും എല്ലാം ആവർത്തിച്ച് പറഞ്ഞ് ഈ രാത്രിയുടെ സൗന്ദര്യം നശിപ്പിക്കുന്നത് എന്തിനാ? എന്റെ രാത്രികൾക്കിപ്പോ സൗന്ദര്യമില്ല, വൈരൂപ്യം മാത്രമേ ഉള്ളൂ. നിന്റെ മുഖത്തും ഞാൻ കാണുന്നത് വഞ്ചനയുടെ വൈരൂപ്യമാണ്. കമ്പനി തകർന്നു. കമ്പനി വളർത്തി വലുതാക്കിയ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ജീവിതമേ തകർന്നു. ഇനി ദാമ്പത്യം മാത്രം തകരാതിരിക്കുന്നത് എന്തിന്? ഹേമേ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് പിരിയേണ്ടി വരും. ബാലു, അതെ, നമുക്കിനി ഭാര്യ ഭർത്താക്കന്മാരെ തുടരാനാവില്ല. നിന്റെ ആങ്ങള ചെയ്ത കുറുക്ക് വഴിയിലൂടെ വേണമെങ്കിൽ നിന്നെ എനിക്ക് പറഞ്ഞേക്കാം. എന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ നീ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിലേക്ക് കയറ്റിവിടുന്നു. അയാൾ വന്ന് നിന്റെ അടുത്ത് കിടക്കുന്നു. ഞാൻ വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു. നിന്റെ ആങ്ങളെയും ഈ വീട്ടിലെ ജോലിക്കാരെയും സാക്ഷി നിർത്തി ഞാൻ വാതിൽ തുറക്കുന്നു. നിന്റെ അടുത്ത് മറ്റൊരു പുരുഷൻ കിടക്കുന്ന കാഴ്ച ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോയേ തീരൂ. നീ എത്ര കരഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇനി ഹേമ ബാലുവിന്റെ ഭാര്യയല്ല,